ഇന്ന് രാവിലെ കൊഴുക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ കടുക് വറുത്തിട്ടിട്ടുള്ള കൊഴുക്കട്ട. വറുത്തിടാത്തത് വേണം അമ്മ, വറുത്തിടാത്ത വേണമെങ്കിൽ വറുത്തിടാത്തതും ഉണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഉണ്ടാ കുഞ്ഞുവാവയ്ക്ക് എങ്ങനെയാ ഇഷ്ടം? ഇത് വറുത്തിടാത്തത് മുറിച്ചത് മുത്തശ്ശി വറുത്തിടണോ വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പൊ ഇതും കൂടെ കഴിച്ചോളൂ. അപ്പൊ രണ്ട് മിക്സ്ഡ് ആക്കുക അല്ലേ? ഇനി ചട്ടണി ഉണ്ട്, വറുത്തിടാത്ത ചട്ടണി ഒക്കെ വറുത്തിടാത്ത ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കഴിച്ചു. ഇഞ്ചിയും പച്ചമുളകും പിന്നെ നാളികേരവും കടലപ്പരിപ്പ് കടലപ്പരിപ്പല്ല പൊട്ടുകടല, പുള്ളിയില്ലേ? ഉള്ളി ചേർത്തിട്ടില്ല. അപ്പൊ ഉള്ളി ചേർത്താക്ക് ഇഷ്ടല്ല. അങ്ങനെ ഉണ്ടാക്കിയ ചട്ടണിയാണ്. മുത്തശ്ശിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് പിന്നെ കട്ടൻ കാപ്പി. ഇന്നലെ വീഡിയോനെ എല്ലാവരും മുത്തശ്ശിക്ക് ഇഷ്ടമൊന്നുമല്ല ചെയ്യലിട്ടോ. ഇന്നലെ വീഡിയോയില് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുട്ടിന് കടലക്കൂട്ട ഉണ്ടാകുമ്പോ എന്തിനാ പപ്പടം എന്ന് ചോദിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ. അപ്പൊ ഒരുവിധ ആൾക്കാരെ കമന്റ് ഒക്കെ ഞാൻ നോക്കി. അപ്പൊ അതിലൊക്കെ പറയണത് പുട്ടിന് പപ്പടം കൂടെ വേണമെന്നാ. പറയട്ടെ അമ്മ, ഞാന് എനിക്ക് പുട്ടിന് കൂട്ടാനുകളൊന്നും വേണ്ട, പപ്പടും വേണ്ട. അങ്ങനെ കഴിക്കാറുണ്ട് ഇത്ര. അച്ഛനെങ്ങനെയാ കഴിച്ചിരുന്നത്, പിന്നെ ഏട്ടുണ്ട് കഴിച്ചിരുന്നത്. എന്താ വെച്ചാ അതിന്റെ സ്വാദ് വരണമെങ്കിൽ, പുട്ടിന്റെ സ്വാദ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ ചൂടോടെ കഴിക്കണം. കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കടലക്കൂട്ടാൻ ഞാൻ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കടലക്കൂട്ടാൻ ചോദിക്കുന്നേ ഉള്ളൂ. അധികം ഇഷ്ടം കടല. പക്ഷെ ഉപ്പൊക്കെ പാകം ആവണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. എല്ലാവർക്കും കഴിക്കുക. അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെയായിരുന്നു രാവിലെ എന്നുള്ളത് കമന്റ് ചെയ്യൂ. എന്തൊക്കെയാന്ന് വീട്ടിലുണ്ടാക്കിയത്. ഇഡ്ഡലി സാമ്പാറാവും ചിലവരുണ്ടാക്കി ഉണ്ടാവുക, ചിലവര് ദോശയാവും, ചിലവര് ചപ്പാത്തിയാവും, ചിലവര് വെള്ളപ്പാവും. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ. പെൺകുട്ടികളുടെ കയ്യിലും സ്ത്രീകളുടെ കയ്യിലൊക്കെ വേണ്ട ഒരു ഐറ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിന് വേറൊരു വേർഷനും കൂടി ഉണ്ട്. ഒരു പാക്കറ്റിൽ ഇതേപോലെ റോളായിട്ടുള്ളൊരു ബോക്സും കൂടി ഉണ്ട് കേട്ടോ. ബോക്സ് അല്ല, നമുക്കിപ്പോൾ എങ്ങനെയും ട്രാവൽ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ഇത് രണ്ടും കൂടിയാണ് ഞാനൊരു 400-500 രൂപേൻ്റെ ഉള്ളിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്യാം. വള വെക്കുന്ന ഒരു സ്റ്റാൻഡ്, നമ്മൾ പണ്ടൊക്കെ സ്റ്റാൻഡിലല്ലേ വളയൊക്കെ വെക്കാറുള്ളത്. പക്ഷെ അതിലൊക്കെ പൊടിയാവും, പിന്നെ അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോവും, താഴെ എങ്ങാനും വീഴും, അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടാവില്ലേ. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കിടന്ന് ആട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വളയ്ക്കൊന്നും പറ്റില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കുറേ റോബുകളാണ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനുള്ള ഇപ്പോൾ കുപ്പികളൊക്കെ ചിലർ അത്രയും കുപ്പികളാണെന്നല്ലെങ്കിൽ പോലും നമ്മൾ നല്ല കോസ്റ്റായിട്ട് വാങ്ങിക്കുന്ന പല വളകളും നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റാറില്ല അല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഇത് 2 കോംബോ ഓഫറിലാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ലിങ്ക് റൈറ്റ് സൈഡിൽ മേലെ സ്റ്റിക്കറായിട്ട് ടാഗ് ചെയ്യാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റും. എവിടെ പോകുമ്പോഴും നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. വളയ്ക്ക് ഒരു കേടും പറ്റില്ല കേട്ടോ.